please come. Good spirit, 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 please come. PR ആണ്. Good spirit, Please come. Good spirit, please come. Please come. Good spirit, please come. Good spirit, please come. Good spirit, please come. Good spirit, please come. PRA. Spirit, Ra. Good spirit, please come. Good spirit, please come. Good spirit. Praxo. Ram. spirit, PRAM. please come. Good spirit, please come. കൈ വേണം. Good spirit, please come. Yes. റംസോ. ഇത് തന്നെ Good spirit, Please come. Good spirit, please come. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കേ. Good spirit, please come. Good spirit, Good spirit, please come. Good spirit, please come. Good spirit, please come. Good spirit, please come. റംസിയോ. റംസി. Good spirit, please come. Good നമുക്ക് spirit. ആദ്യം ഒരു കാര്യം ചെയ്യാം. എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കാം. പറഞ്ഞ ഇത് ആള് പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. റംസ് ഇതെന്താണ് റാപ്പറാ. PRAMSE വന്നത്. പ്രംസി ഓക്കെ. പെണ്ണ അല്ല എനിക്ക് തോന്നുന്നത് ഒരു ആണാണ്. ഒരു 60 വയസ്സിന്റെ മേലൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രംസി എന്ന പേര് അല്ലല്ല, പരമേശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മരിച്ച ആളുടെ പേര്. ആണോ? ചിരിക്കാൻ പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ എന്താ പറയാ, പല പേരും പറയാം. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാഷേ. പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്കിത് ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? എനിക്ക് അയാളെ രൂപം കിട്ടുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ഒരു പ്രായമുള്ള ഒരാളാണ്. താടി നരച്ചിട്ടുണ്ട്, മുടിയും നരച്ചിട്ടുണ്ട്, കറുത്ത് വെളുത്തിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. അയാൾക്കൊരു അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് അറിയണ്ടാവില്ല. പരമേശ്വരേട്ടന് ഇംഗ്ലീഷ് അറിയില്ല. എല്ലാം പറഞ്ഞതറിയോ, നമ്മള് ഒരു വരിയോ വന്നതോ അല്ല, അതിനെ വീണ്ടും ചെയ്ത് കളിയാക്കരുത്. ഓക്കെ, പരമേശ്വരന് എത്ര വയസ്സെന്ന് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ മലയാളത്തിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു? അല്ല, ആദ്യം ഇത് വിളിക്കണ്ടേ? ഗുഡ് സ്ക്രിപ്റ്റ് പ്ലീസ് കം. ഗുഡ് സ്ക്രിപ്റ്റ് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നല്ല, ആള് വന്നില്ലേ? ആള് വന്നു. ഒരു മിനിറ്റ്, എനിക്കത് ഫീൽ ചെയ്യണം വന്നത്. ഓക്കെ, ഫീൽ ചെയ്യുന്നില്ല. ഒന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. Good spirit, please come. Good spirit, please come. വന്നല്ല, അതിനെ പറയണ്ട. പരമേശ്വരേട്ടൻ വന്ന്. How old are you? How old are you, പരമേശ്വരേട്ടൻ? How old are you, പരമേശ്വരൻ? 58 വയസ്സ്. 58 വയസ്സ്. അപ്പൊ മരിക്കുമ്പോഴുള്ള പ്രായം 58. മരിക്കുമ്പോഴുള്ള പ്രായമാണ് ഈ പറയുന്നത്. നമുക്ക് എങ്ങനെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് മരിച്ചെന്ന് ചോദിക്കാം. How did you? Good spirit, please come. Good spirit, please come. Good spirit, please come. How did you die? How did you die? How did you die? How did you die? Keo. അതായത് അതിനാണെന്ന് പറയുന്നത്. ആരാ? പരമേശ്വരേട്ടൻ. എന്തിനു കൊല്ലണം? കാരണം ചോദിക്കാൻ പറ്റൂല. റീസൺ ചോദിക്കും. What is the reason of your killing? Okay. ഇംഗ്ലീഷാണ്. സ്പിരിറ്റിനോട് ഇങ്ങനെ ചോദിക്കണം. മിസ്റ്റേക്ക് ഇതാക്കാൻ വേണ്ടി ഇത് പ്രൊഫസറല്ല, പീഡിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരമേശ്വരേട്ടനാ. ഇവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളൊന്നും പറയരുത്. ഒരു ആത്മാവിനോട് ചേർത്ത് വളരെ അല്ല, അങ്ങനല്ല. ഞാൻ ഇല്ല സോറി. വാ. അപ്പം എന്തായിരുന്നു? ഗുഡ് സ്ക്രിപ്റ്റ് അല്ല,
ഗുഡ് സ്പിരിറ്റ് Please come. ഗുഡ് സ്പിരിറ്റ് അല്ല, Good spirit. എന്തിനു മരിച്ചു എന്നല്ലേ? Why do you die? Why you die? അത് കില്ലെന്ന് പറഞ്ഞില്ലേ? ആര് അപ്പൊ ഓക്കെ ആരാ Why did he kill you? Why did he kill you? ഓക്കെ. അല്ല എന്തിനാ കൊന്നത്? ആരാന്നും ചോദിക്കരുത്. Why did you kill you? Why did you kill? ഇയാൾക്ക് ഭാര്യ മക്കളോ ഉണ്ടോന്ന് പറഞ്ഞോടെ നമുക്ക്? അല്ല, അത് നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഇതെന്താണത് സെൻസ്? എന്തിന് കൊന്നു? ഇരുമലേക്കാണല്ലോ പോണ്. Why did you die? മണി മണിയോ Why did I? എന്നെ Why did you die? ഈ എവിടെയാ? ചിരിക്കരുതല്ലോ, ചിരിക്കരുത്. ഇത് വന്ന ആളെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇതിവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇയാള് പോരാ. നമുക്ക് വല്ല പെണ്ണിനെ ഏറ്റ കിട്ടോ? ഞാൻ വീണ്ടും പറയണം എന്താന്ന് വെച്ചാല് അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇത്. ഈ മരമൂലം കാണാനേ ഈ 10-60 വയസ്സുള്ള കളവനെ കാണാൻ എന്തിനാ? പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അയാള് നമ്മോട് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അയാൾ എന്തുവാണ് കമ്മ്യൂണിക്കേറ്റ് ഞാൻ തോന്നുന്നറിയോ, ഞാൻ നിങ്ങൊരു മന്ത്രവാദിയല്ല, ഒരു പെണ്ണിനെ സെറ്റാക്കിത്താ. എന്റെ ഇന്നലെ ഉണ്ടായ ഒരു പെണ്ണ് പോയി. അല്ല, അനക്ക് ലൊക്കാൻ്റെ തുടങ്ങലുണ്ട് പണി. അല്ല, ഈ കളവനെല്ലാം കിട്ടിയിട്ട് എന്താ? ആ 60 വയസ്സായ വ്യക്തിക്ക് നമ്മോട് എന്ത് പറയാനുണ്ട് നമുക്കറിയണ്ടേ? എന്തിനാ അറിയുന്നത്? അല്ലെങ്കിൽ അയാൾ വെറുതെ വിളിച്ചൊരു ഇൻസൾട്ട് ചെയ്ത പോലെ ആവില്ലേ അത്? എന്നാ പറ. അല്ല, നമുക്ക് അടുത്താളെ വിളിച്ചൂടെ? അതെ, വിളിക്കാനാണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും. അല്ല അടുത്താളെ സെമിയറിന് ഫുൾ ടൈം പെണ്ണ് എന്നുള്ള വിചാരമുള്ളോ? അല്ല, അങ്ങനല്ല. അവന് കല്യാണം കഴിഞ്ഞോ? ഇവനാരും കൊണ്ട് കൊടുക്കാം. ഇതിനൊരു വലിയ സത്യങ്ങൾ. ചേട്ടനെ കല്യാണം കഴിഞ്ഞാ? ഏത് ചേട്ടനെ ഇല്ല, പെണ്ണ് കെട്ടാൻ പാടില്ല. എനിക്ക് ആത്മാക്കളോട് സംസാരിക്കണം. അതൊന്നല്ല, സംഭവം കിട്ടിയില്ല. എനിക്ക് ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും, പക്ഷെ എനിക്ക് ആത്മാക്കളോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ കേട്ട് അവരെന്തിനു മരിച്ചു. നിങ്ങൾ പ്രേതമായിട്ടാണ്? അല്ല, പ്രേതമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പെണ്ണ് പ്രേതമായിട്ടാ? പെൺപ്രേതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? അതൊക്കെ അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. ഓ, അപ്പൊ കളി തന്നെ. എന്ത് ഭാഷയാണത്? അല്ല, അങ്ങനല്ല. നിങ്ങളെ ഇത് ഒരു ആത്മാവിനെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായ കാര്യമാണ്. അല്ല, ശരിക്കും ആത്മാവിനെ അങ്ങനെ കളിക്കാൻ പറ്റുമോ? എനിക്ക് കമ്പിക്കാൻ തരാൻ പോകുന്നല്ലേ എല്ലാ മാഷ അല്ല മാഷോ? എല്ലാ വക്കീല. എന്റെ പേരെന്താ? എന്റെ പേരെന്താ? ശുക്കൂറാ. അല്ല, ഫിലിപ്പ് എന്ന് എനിക്ക് പേര് വെക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ആത്മാക്കളോട് കിന്നരിക്കുന്ന ഒരു ഇരട്ട പേരുണ്ട് എന്റെ. എനിക്ക് അറിയോ? അതെന്താ? അതാ ഫിലിപ്പ്. കൊറേ ചോദ്യങ്ങളും ചോദിക്കണം. കളിക്കാ. വേറെ ആരും വിളിക്കാൻ പറ്റല്ലോ. പരമങ്ങ് പരമു. നമുക്കൊരു കാര്യം നോക്കാം. പിന്നെ അക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഇയാളെ കാര്യം അറിയാനൊന്നും. പിന്നെ ഗതിയോട് അയാൾക്ക് മോളാണ്. അയാൾക്ക് മോളുണ്ടോ നോക്കി. അല്ല, ഞാനൊക്കെയാണ് മോളെ കെട്ടിച്ചരാ. അല്ല, അങ്ങനല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആയി ഇവിടെ ഈ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ പാടെ കണ്ടിട്ട്? ചൂട് കോമഡി അല്ലാണ്ട് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കോമഡിയൊക്കെ ഞാൻ കുറച്ച് രോമാഞ്ചെല്ലാം വരും, കുറച്ച് ദിവസം പഠിക്കുന്ന. നിങ്ങൾക്ക് ചിലപ്പോൾ 68 വയസ്സായതുകൊണ്ട് രോമാഞ്ചം വരാണ്ടിരിക്കുന്നതായിരിക്കാം. നമ്മൾ അങ്ങനത്തെ സ്പിരിറ്റ് അല്ല വന്നേക്കണേ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി യങ്ങായിട്ടുള്ള ആൾക്കാരെ കളിക്കാൻ നോക്കാം. നല്ലൊരു പെണ്ണിനെ നോക്കി പിടിച്ച നമ്മ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ വിചാരിച്ച് മന്ത്രവാദിയെ ഇത് നല്ലൊരു സാധനം. ആറ്റം ചെറുക്കനെ തന്നെ ഇറക്കിക്കോ. വാ, ഇപ്പാണ് കളിയൊരു ഉഷാറായത്. വാ, എവിടെ വെക്കണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ, വെച്ചോ. അപ്പൊ പെണ്ണിനെ കിട്ടാൻ ഇറങ്ങി വാടേ സുശീലേ. പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ 60 വയസ്സുള്ള അല്ല, ഇത് പരമോട്ടൻ അയാളെ നമ്മൾ ഒഴിവാക്കുന്നോണ്ട് ചെയ്യുന്നതാ. പരമോട്ട കല്ലിനോടിയാ. പരമോട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, പരമോട്ട കള്ളക്കളവ നിങ്ങൾ നമുക്ക് വേണ്ട. നമുക്ക് നല്ല ചെറിയ പൊമ്പിള്ളറായിട്ട് കിട്ടുമെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തൊക്കെ വരും പരമോട്ട നല്ല പെണ്ണുങ്ങളെ. പിന്നെ ഇയാളെ കാര്യം നമ്മന്തിരി മിക്കവാറും വല്ല പെൺപ്രേതം പിടിച്ച് എന്നെ കൊല്ലും. കുഴപ്പമില്ല. എന്റെ മരണം വല്ല യക്ഷികളും ചെയ്യുന്നതായിരിക്കും. കാരണം അവര് വരെ വെറുതെ കാര്യം പറയട്ടെ, എന്റെ ഡ്രീമാണ് എന്ത് ഈ പെണ്ണ് എന്നെ ഇതാക്കല്. ഇങ്ങനെ ആ പക്ഷിക്കും കൂടി ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ?
നല്ലൊരാളെ വേണമെന്നുള്ളത്. എന്റെ മോറ് കണ്ട് ആര് വരും എന്റെ അടുത്തേക്ക്? നമുക്ക് കളിക്കാം. എല്ലാം ഒരാളല്ലേ ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല, അപ്പൊ ഒരാളല്ലേ വരുത്താൻ പറ്റുമോ? അതാണ് വന്നതിപ്പോ. 18 വയസ്സ് അയാൾ വേണം, 20 വയസ്സ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ദുരാത്മാവാണ്. ഇതില് നല്ല എന്താ ചെയ്യുന്നത്? കുര്യാക്കോസെ, ഇത് നമ്മള് ഈ ഇരുത്തിരുന്നാൽ തന്നെ കുര്യാക്കോസ് ചീട്ട് കളിക്കാൻ വന്നിരുന്ന പോലെ കുര്യാക്കോസ് ഇതെന്തോ ചീട്ട് കളിക്കാൻ വന്നിരിക്കുന്ന പ്രയാണത്തിനെ പിടിക്കാൻ വന്നേ നമ്മള്. കുര്യാക്കോസിനെ കണ്ടിട്ട് വന്ന ആൾക്കാർ പോയിട്ടുണ്ടാവോ? അതൊക്കെ സംശയമുണ്ട്. കുര്യാക്കോസ് ഇതുവരെ അങ്ങനെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതൊരു വയസ്സായ ആൾ ഇരിക്കുന്ന ഇരുത്തല്ലേ? ഇത് പരമോണ്ടെങ്ങാനും ശരിക്കണ്ട. ഇത് വിളിച്ചു വരുത്തുമ്പോ ആലോചിക്കണം. ചിരി കാണാനല്ലേ ഉള്ളത്. ഇനി പരമോട്ടൻ നിങ്ങൾക്ക് എന്താ പണി? ജോലി ടൈല് പണി ഇവന്റെ പണി തന്നെയാണ്. നീ തേങ്ങ കൊപ്രാട്ട പോലെ നിക്കാണ്ട് ഒരു ഇത് നിക്ക്. നീ ശരിക്കും പരമോ? ആ കാല് താത്ര ഏതെങ്കിലും ഒരാൾ വന്നു വേറെ എന്തെങ്കിലും കാണോ? നല്ല പോലെ അത് കാര്യമില്ല. ഷഡ്ഡി നീ ഇടൂല. ഞാൻ പറഞ്ഞെന്ന് പറയോ, നമ്മുടെ അടുത്തേക്ക് വരാൻ ആരും ഇൻട്രസ്റ്റ് ആവുന്നില്ല. ഒന്നാമത്തെ എന്താ അറിയോ, എന്റെ കാമം എന്റെ കോമഡി. ആൾക്കാർക്ക് വരാനൊരു പെണ്ണാണെങ്കിലും വരാനൊരു പേടി ഉണ്ടാവില്ലേ? പ്രേതാണെങ്കിലും വരാൻ നമ്മ റെസ്റ്റോറന്റ് തുടങ്ങിയാന്നല്ലേ ഇത് നമ്മൾ വിളിച്ചു വരുത്തുന്നല്ലേ. അത് വിളിച്ചു വരുത്തുന്നത് അതിന് വരാനൊരു താല്പര്യം വേണ്ടേ? വരാൻ താല്പര്യപ്പെടാ. എന്റെ സോഡാ കുപ്പി ഗ്ലാസും എന്റെ കമ്പി വർത്തനം കേട്ടൊരാൾ വരാതിരിക്കായിരിക്കും. എന്നാ അടുത്തതിനെ പിടിക്കാം. മങ്കി കയറി വരാല്ല. പോലീസിന്റെ സൗണ്ട് അതൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പോലീസിന്റെ സൗണ്ട് നോക്കിയാ റാമ്പ് നോക്കിയാ ആംബുലൻസോ പോലീസോ എന്തൊരു സൗണ്ട് കേട്ടെ. ഞാനും ആ സൗണ്ട് എനിക്ക് തോന്നണ ഇപ്പൊ ഇന്ന് മരിച്ച ഒരാളാ തോന്നണത്. ഏത് പരമേശ്വരൻ? ഇല്ല, ഇത് കൊറേ വർഷം മുന്നേ നടന്ന. ഓക്കെ ആണോ? ആൾക്കാരുണ്ടോ? കണ്ട ലൈറ്റ് മാത്രമേ കാണുള്ളൂ. പേടിക്കണപ്പോ ഈ പരമോട്ടൻ ടോർച്ച് അടിച്ച് മരിച്ചായിരിക്കും. പോലീസ് നോക്കണേ. പോലീസ് അങ്ങനെ വരുന്നതിന് ഓടണേ. അല്ലേ? മന്ത്രവാദി ഒന്നില്ല. പോലീസ് വന്നാൽ മുണ്ട് പൊക്കി ഓടിക്കോളാം. ഇത് നമ്മളെ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങള്? കണ്ട ആൾക്ക് മനസ്സിലാവില്ലേ? ഇതെല്ലാം കണ്ട അപ്പാടെ അടി കിട്ടും. ഏതാടാ നാളെ കക്കാൻ ഇറങ്ങിയല്ലേന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിക്കാം. നിങ്ങൾ നമ്മളെ അടുത്ത് പറയുന്ന പോലെ ഞാൻ ഫിലിപ്പങ്കിളിലാന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് പോയാൽ നല്ല പറഞ്ഞ കാര്യം തരണട്ടാ. ഇപ്പങ്ങള് പരമേശ്വരം കണ്ടില്ല നിങ്ങള്? ഇയാളെ വേണ്ടാന്ന്. ഇയാളൊരു ബോറിംഗ് സാധനം. മുത്തേത് ലൊക്കാൻഡും അല്ല. എനിക്ക് നോക്കിയെടുക്കാൻ വേണ്ടിട്ട് വന്നൊരാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്ക് അവിടെ ഒന്ന് ചോദിക്കല്ലോ എന്ന് പറഞ്ഞ ആള് പോയി. ഇയാൾ ഈ പരമേശ്വരൻ 68 വയസ്സുള്ള പരമേശ്വരന്റെ അടുത്തല്ല എന്ത് ചോദിക്കാനാന്ന്? പെൻഷൻ കിട്ടിയോന്നാ? അല്ല എനക്ക് ഞാൻ നല്ല സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇറക്ക്. അല്ല ഈ ഭാഗത്ത് തന്നെ വേണമെന്നില്ല. വേടുന്നില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിച്ചെന്നാ മതി. ഇക്കണക്കിന് അണിറോസൊക്കെ മരിച്ചു വല്ല തുകം കൊടുക്കുമ്പോ. എന്നാ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഒന്ന് നോക്കാം. വേറൊരു സാധനം ഇത് അത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ മരിച്ചു ചോദിക്കില്ലേ? കൊന്നതാണോ തൂങ്ങി മരിച്ചാണോ അങ്ങനെ ചോദിക്കുമ്പോ യെസ് പറയും. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രഹങ്ങളാണ്. ഇത് കുറെ നക്ഷത്രങ്ങള്, ഇത് ഓരോ കാര്യങ്ങളാണത്. ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നിങ്ങൾ ചെയ്താൽ പറയുന്ന അതിന് ട്രേഡിംഗ് ഒന്നല്ല. എന്താണ് ങ്ങളോടാണ് വെല്ലുവിളിക്കണത്. ഇതിനെ പറ്റിയൊരു ധാരണ ഇല്ലാത്ത ഈ ഫിലിപ്പൊക്കെ ഇജ്ജെല്ലാം പറയുന്നത് ഇതേ മലപ്പുറത്തെ കാക്കയല്ല. ഇയാളെ മലപ്പുറത്തുള്ള ഞാനൊരു കാര്യം പറയാം. എന്നെ കുറിച്ച് നീ പാലാപ്പള്ളിയിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അവിടെ പേദങ്ങളോട് കഥ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. നീ അതാദ്യം മനസ്സിലാക്കി. ഷമീർ എന്റെ കമ്പി മൈൻഡ് കൊണ്ട് ഒരാളും ഇങ്ങോട്ട് വരാൻ പോണില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം.
ഇല്ല വാ വാ എന്നാ ഈ കളവന്റെ പരം ചാറ്റ് ചെയ്യാ വാ. അല്ല നമുക്ക് പരമേശ്വരന് എന്തിനാണ് മരിച്ചു മണി വരല്ലേ ഇയാളെ കമ്പിക്കഥ കിട്ടോ നമുക്ക്? എന്താണ് എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് വിഷയം വേണ്ട ഇത്. ഇയാളെ മരിച്ച കഥ അല്ല അയാളുടെ ഒരു പ്രായം വെച്ച ആൾക്ക് അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം അയാളോട്. എന്താ ചോദിക്കുക? ഇയാളെ ലൈന അല്ല ചിക്ക് ഉണ്ടോ അങ്ങനെ എന്താ ചോദിക്കാം. അല്ലെങ്കിൽ എത്ര ബോഡി കൗണ്ട് പരമായിട്ട് ബോഡി കൗണ്ട് എത്രയെന്ന് നോക്കാം. അതായത് ജീവിതകാലം മൊത്തം ഈ 58 വയസ്സ് വരെ എത്ര പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബോഡി കൗണ്ട്. ഒരു ആത്മാവിനോട് ചോദിക്കാൻ വേണ്ടി ചോദ്യം. അല്ല അത് കുഴപ്പമില്ല. എന്താ ചെയ്യാത്ത അയാൾ ചെയ്തിട്ടുണ്ടാവല്ലോ ഇത്. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം? എത്തിക്സ് വെച്ചിട്ട് കുഴപ്പമില്ല. എത്തിക്സ് എന്ത് നിങ്ങൾ ഇത് എന്താ ഗുഡ് സ്പിരിറ്റ്. ഗുഡ് സ്പിരിറ്റ് അല്ല സോറി ഞാൻ ഇടയ്ക്ക് എനിക്ക് ആ ആള് പ്രശ്നങ്ങൾ വരുമ്പോഴേ ഗുഡ് സ്പിരിറ്റ് ഹൗ മച്ച് ഈസ് യുവർ ബോഡി കൗണ്ട്? സീറോ വെർജിനാ. 18 വയസ്സായിട്ട് വെർജിനായതിന്റെ സങ്കടത്തിൽ മരിച്ചായിരിക്കടാ. അല്ല അപ്പൊ ആര് പൈസ എടുത്തു മണിക്ക് വേണ്ടിട്ടാണ് കൊന്നക്കണ്? അപ്പൊ ഞങ്ങൾക്ക് ഭാര്യ മക്കളും ഇല്ല. അപ്പൊ ഇയാളെ ഇനി വേണ്ട. ആരെ? ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞ ഈ 18 വയസ്സുള്ള ഇയാളെ ഞാൻ വിചാരിച്ചത് ഞാനത് വിചാരിച്ചു നീ അത്രയും നല്ലൊരു വ്യക്തിനെ കുറിച്ചിട്ടാണ് നീ ഇത്ര വളരെ മോശമായിട്ട് പറഞ്ഞത്. അയാള് ട്രൈ ചെയ്ത് കിട്ടായിട്ട് വർത്താനം മാത്രമേ ഉള്ളൂ. ഇവനിങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതാ. ഇവൻ ഒരു പരമമായിട്ടാണ് മരിക്കാൻ പോകുന്നത്. 28 വയസ്സ് ജൂനിയർ പരമമായിരിക്കും. അതാണ് അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായത്. പോയിന്റല്ലേ ഒരു മാസം കൊണ്ട് പരമേട്ടനല്ലായിരിക്കും. അല്ല നമ്മള് വിചാരിച്ച ഈ കുര്യാക്കോസാണ് പരമമായിട്ട് ബന്ധമുള്ളതാണ്. പക്ഷെ ഇവന്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഞാൻ പറയുന്നത് പരമൊന്നും തോന്നില്ലടാ. പരമത്തിനെക്കാട്ടി വൃത്തിണ്ടാവൂലേ? ഇത് വീടുള്ള ആർക്കൊക്കെ ബാധിക്കുക ഈ സംഭവം? അല്ല ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നില്ലപ്പോ ഇതിന് പറഞ്ഞൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ആലോചിക്കണത്. ഈ പരമേശ്വരൻ വന്ന വീടാ ഇയാളെ വീടുണ്ടാ? ഇവിടെ ഉണ്ട്. അല്ലക്ക് തോന്നുന്നത് എന്താ പരമേശ്വരന് കേറാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജ് ഓന്റെയാണ്. അതിന്റെ പല്ല് കണ്ടോ തന്നെയാണ്. അല്ല അടാ ഓനല്ലാന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ആരും ആണെന്ന് പറഞ്ഞില്ല. പക്ഷെ നീ എല്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുക. നീ മനസ്സിലായ കാക്ക തേങ്ങാപ്പുള്ളി കണ്ടതിന്റെ പല്ലിനെന്ന് ഇവർ കുറ്റം പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പരമോട്ടം മേത്ത് കയറുന്ന പറഞ്ഞത്. പരമോട്ടം മേത്ത് കയറാ ഇതെന്താണ് പാമ്പ? അല്ല ഒരു ഇപ്പത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ ആരും എന്തില്ല ഒരു പരമോട്ടന്റെ സാമീപ്യമുള്ള ഒരാളല്ല. കുറച്ചും കൂടി ഓനെയാണുള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത് പേടിക്കണം എന്റെ മേത്ത് കയറില്ല. അല്ല ഈ 4 ആൾക്കാണോ വരിക അല്ലെങ്കിൽ വീടുള്ള ആർക്ക് വേണമെങ്കിൽ വരും? ആർക്ക് വേണമെങ്കിലും വരാം. ആർക്ക് വേണമെങ്കിൽ വരാം. പരമോട്ടനല്ല. ആദ്യത്തെ മൊല്ലാക്കാൻ അത്തയാത്തിൽ ഇരിക്കണ്ടല്ലോ അവന്. ഇത് അത്തയാത്തിന് വളയിട്ട പോലെ ഉണ്ട്. ഇത് പരമോട്ടന്റെ ബോഡിയല്ല അത്. അല്ല ആമ്പ്രോ നീ കുറി ഉണ്ടായിരുന്നില്ലേ? നീ ചിത്രം വരക്കോ? അപ്പോനല്ല ഈ ഇവന്റെ ബോഡി കൊണ്ട് എത്ര കാലമായിട്ടും. പക്ഷെ എന്താന്ന് വെച്ചാലേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ബോഡി കൊണ്ട് എത്രയാ? ഞാൻ സന്യാസിയല്ലേ, എനിക്ക് പറ്റില്ലല്ലോ. അല്ല മറ്റേ അച്ഛനല്ലേ? ഇല്ല ഞാൻ അച്ഛനാണ്. ഞാൻ പ്രേതങ്ങളോടാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. എനിക്ക് മനസ്സിലായില്ലേ ഇയാൾക്ക് പെണ്ണൊന്നും കിട്ടിയിട്ടാണ് ഇയാൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതായത് എന്താന്ന് ഈ പ്രേതങ്ങളെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രേതങ്ങളെല്ലാം പിടിച്ച് എന്റെ കഥ ജീവിച്ചു പോകുന്നത്. അയ്യോ സോറി ഈ എന്റെ കാര്യം മലപ്പുറത്തുള്ള കാക്കിയത് ഇയാളെന്താ പറയുക? എന്റെ കഥ ഇജ്ജെന്താ പറയുന്നതല്ലാതെ അതൊന്നുമല്ല. ആക്ച്വലി ഞാന് മലപ്പുറത്തൊരു പ്രയത്നം പിടിക്കാൻ പോയി. പാലയിലിരിക്കുന്ന സമയത്ത് അന്നൊരു സുബൈർ എന്ന് പറഞ്ഞ ഒരാളെന്റെ മേത്ത് അറിയാം. ഇടയ്ക്കപ്പോ ഈ ഒരു ഇത് വരുവായിട്ട് സീരിയസ് ആയിട്ട്
പക്ഷെ എന്റെ മേത്താരെ കയറാന്നറിയോ ഏതെങ്കിലുമൊക്കെ ഈ ശാന്ത അങ്ങനത്തെ ആൾക്കാരെ കയറും. കാരണം ഈ ഫുൾ ടൈം പ്രേതങ്ങൾ പോലും വെറുതെ വിടുന്നില്ല. നമുക്ക് അടുത്ത കളിയിലേക്ക് വിചാരിച്ച പോലത്തെ ഒരു ആളെനിക്ക് കിട്ടൂല. അപ്പൊ പരമേശ്വരമായിട്ട് ഇവിടെ ഉണ്ട്. ആരുമായിട്ട് എന്തിനു വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇയാളെ എനിക്ക് ചവിട്ടാനാ തോന്നുന്നു. അങ്ങനെ പറയാൻ പാടില്ല, അതൊരു ആത്മാവ്. എടാ നാറി പരമേശ്വര, ഈ ഒരു കളി പോലും കിട്ടാണ്ട് ചത്ത വരുത്തണല്ലടാ കുരിപ്പേ. നിന്റെ ഇതെല്ലാം എന്തിനു നമ്മളറിയണോ? നീ വേറെ ഏതെങ്കിലും സെറ്റാക്കിത്താ. നിന്നെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ മറ്റേ പിടിച്ചതാ. നീ എന്ത് പന്നാട് പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞു വളരെ മോശമായിട്ടവൻ. എന്നാ അടുത്ത ആള് വേറൊരാള് ഇയാളെ വേണ്ട. ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാം അതൊന്നും റിയലൈസ് ചെയ്യും. പിന്നെ ഈ മേഘത്തിന് പിടിച്ചിട്ട് പെണ്ണിങ്ങനെ പിടിക്കലല്ല പണി. ഞാൻ ആത്മാക്കളെ വഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു മര്യാദയെങ്കിലും കൊടുക്ക്. ശരി കാക്ക, നിങ്ങൾ സെറ്റാക്കി തയത്. ഇത് ഒരു 1% ബാക്കിയെല്ലാം കോമഡി ഒക്കെ 1% ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നിർത്താം. അല്ല അതെന്താ പറയാ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു അയാൾക്ക് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതാണ് അങ്ങനെയാണ് പരമേശ്വരൻ പറയണത്. സീരിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് താല്പര്യമില്ല. വേറെ ആരെങ്കിലും ഉണ്ടാ വേറെ അപ്പൊ അങ്ങനത്തെ ടെസ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഒരാളല്ലേ ഉള്ളൂ. ഇവിടെ സെമിത്തേരി ആണെങ്കിൽ കുറെ ഒന്ന് എടുക്കിടാ. ഇയാളെങ്കിൽ ഇയാള് വാ ഒന്ന് എക്സ്പീരിയൻസ്. ഞാൻ ഒരു കാര്യം പറയാം, പ്രേതം വന്നില്ലെങ്കിൽ തന്ന പൈസ തിരിച്ചോണം. അത് ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. പ്രേതം ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കാണാത്തോണ്ടാണ്. ഞാൻ കണ്ടു. നിങ്ങൾക്ക് കണ്ണോക്കിയേ കണ്ടോ? അവര് കണ്ണോക്കിയേ. അനക്കെന്തൊരു ഫീൽ ചെയ്തോ? സ്ക്രിപ്റ്റ്